നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇരവി പേരൂർ ആണ് കേട്ടോ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? ഇരവി പേരൂർ ആണ്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് പ്രത്യേകതകൾ ഇതുപോലെ നോക്കാം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ല. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല വയനാട് ജില്ല. ഓർക്കുക, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. രണ്ടാമതായി തിരഞ്ഞെടുത്തത് ആരെയാ? വയനാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. കേരളത്തിലെ ആദ്യ പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണ് നിലവിൽ വന്നത്? തൈക്കാട്, തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. സംസ്ഥാനത്തെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? കിളിമാനൂർ, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതാ വിദ്യാലയമാകുന്നത് അവനവഞ്ചേരി ഗവൺമെന്റ് സ്കൂള്, സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതാ വിദ്യാലയമാകുന്നത് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വന്നത് പുളിമൂട്, തിരുവനന്തപുരം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വന്നത് എവിടെയാണ്? പുളിമൂട്, തിരുവനന്തപുരം. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ നിലവിൽ വന്ന ആദ്യ 4K തിയേറ്റർ ലെനിൻ സിനിമാസ്, തിരുവനന്തപുരം. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ നിലവിൽ വന്ന ആദ്യത്തെ 4K തിയേറ്റർ ഏതാണ്? ലെനിൻ സിനിമാസ്, തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. അതിന്റെ പേരെന്താ? ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ് എന്നാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ നിലവിൽ വന്ന ജില്ല ഏതാ? തിരുവനന്തപുരം ജില്ലയിലാണ്. അതിന്റെ പേരെന്താ? ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ് എന്നാണ്. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് ഏതാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ അഥവാ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം ആരംഭിച്ച ജില്ല തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം നിലവിൽ വന്നത്. അപ്പോ കേരളത്തിൽ ആദ്യമായിട്ട് ജൈവ വൈവിധ്യ മ്യൂസിയം അഥവാ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം ആരംഭിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വേദിയായ നഗരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വേദിയായ നഗരം ഏതാ? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ക്ലോറിൻ രഹിത നീന്തൽക്കുളം നിലവിൽ വന്നത് തിരുവനന്തപുരം. ഈ നീന്തൽക്കുളത്തിന്റെ പേരാണ് ആൽബട്രോസ് എന്നാണ്. ഓർത്തോളണം, കേരളത്തിലെ ആദ്യ ക്ലോറിൻ രഹിത നീന്തൽക്കുളം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ആൽബട്രോസ് എന്നാണ് ഈ നീന്തൽക്കുളത്തിന്റെ പേര്. കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ കുട്ടികൾക്ക് മാത്രമായുള്ള കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി SIT തിരുവനന്തപുരം. ഓർക്കുക, കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ കുട്ടികൾക്ക് മാത്രമായുള്ള കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി ഏതാണ്? SIT ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം പാലോട്. നല്ലൊരു ചോദ്യമാണ്, ഓർക്കണം. കേരളത്തിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം പാലോട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ ബയോസേഫ്റ്റി ലാബ് സ്ഥാപിതമാകുന്നത് പാലോട്. കേരളത്തിലെ ആദ്യ ബയോസേഫ്റ്റി ലാബ് സ്ഥാപിതമാകുന്നത് പാലോട്. കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ല. ഇത് ഓൾറെഡി പ്രീവിയസ് ആയി PSC ചോദിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യത്തെ പാരാസെയിലിംഗ് നിലവിൽ വന്നത് കോവളം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് നിലവിൽ വന്നത് കോവളം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് സ്ഥാപിതമായത്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് സ്ഥാപിതമായത്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി നിലവിൽ വന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലവിൽ വന്നത് ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലവിൽ വന്നത് എവിടെയാണ്? ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ, തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളാക്കിയ നിയോജക മണ്ഡലം
കാട്ടാക്കട. കേരളത്തിൽ ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റിയ നിയോജക മണ്ഡലം ഏതാ? കാട്ടാക്കടയാണ്. എല്ലാ പദ്ധതികളും സോഷ്യലിസ്റ്റ് ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം ഏതാ? തിരുവനന്തപുരമാണ്. വൈദ്യുത കാറുകൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് ബൂത്ത് നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരം തിരുവനന്തപുരം. വൈദ്യുത കാറുകൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് ബൂത്തുകൾ ആദ്യമായി കേരളത്തിൽ നിലവിൽ വന്ന നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ പരസ്യ വിസർജന വിമുക്ത നഗരസഭ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പരസ്യ വിസർജന വിമുക്ത നഗരസഭ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ആണ്. കേരളത്തിലെ ആദ്യ ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം തിരുവനന്തപുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം തിരുവനന്തപുരം. ആദ്യത്തെ നിർഭയ ഷെൽട്ടർ ഹോം സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ നിർഭയ ഷെൽട്ടർ ഹോം സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. 1855 നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ല. 1855 നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. വർഷമെന്ന് ഓർത്തോളണേ. കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ല. 1855 നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിതമായ നഗരം തിരുവനന്തപുരമാണ്. വർഷം 1943. ഓൾ ഇന്ത്യ റേഡിയോ ഇതിനെ ഏറ്റെടുത്ത വർഷം 1950 കേട്ടോ. ഓർക്കണേ, കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിതമായ നഗരം തിരുവനന്തപുരമാണ്. 1943 തിരുവനന്തപുരം നഗരത്തിലെ റേഡിയോ നിലയം സ്ഥാപിച്ചത്. 1950 ഈ റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ സമ്പൂർണ്ണ ആംബുലൻസ് സേവനം ലഭ്യമായ ആദ്യ ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ആംബുലൻസ് സേവനം ലഭ്യമാക്കിയ ആദ്യ ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ആംബുലൻസ് നിലവിൽ വന്ന ആശുപത്രി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ആംബുലൻസ് നിലവിൽ വന്ന ആശുപത്രി ഏതാണ്? നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയാണ്. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം. 2002 നവംബർ 14 ഇത് സ്ഥാപിതമായത്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച വർഷം 2002 നവംബർ 14. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. 2011 ഇത് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. 2011 ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരമാണ്. വർഷം 2013 ഇത് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരമാണ്. 2013 ഇത് സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ DNA ബാർ കോഡിംഗ് കേന്ദ്രം സ്ഥാപിച്ചത് പുത്തൻതോപ്പ് തിരുവനന്തപുരം ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ DNA ബാർ കോഡിംഗ് കേന്ദ്രം സ്ഥാപിതമായത് പുത്തൻതോപ്പ് തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട് തിരുവനന്തപുരം ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം ഏതാണ്? പിരപ്പൻകോട് തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത സ്ഥാപിതമായത് തിരുവനന്തപുരത്തിലെ പാളയം അടിപ്പാതയാണ്. കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പാളയം അടിപ്പാതയാണ്. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചലാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് പള്ളിച്ചലാണ്. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ തിരുവനന്തപുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ ബാലഭിക്ഷാടന വിമുക്ത ജില്ല തിരുവനന്തപുരം ജില്ല. നല്ലൊരു ചോദ്യമാണ്, ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ
ബാല ഭിക്ഷാടന വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. അടുത്തത് നമുക്ക് കൊല്ലം ജില്ലയുടെ പ്രത്യേകതകൾ നോക്കാം. കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല കൊല്ലം ജില്ല. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് കേട്ടോ. അപ്പോ കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മന. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം എന്നറിയപ്പെടുന്നത് പന്മനയാണ്. കേരളത്തിലെ ആദ്യ നിരാ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൈപ്പുഴ, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യ നിരാ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കൈപ്പുഴ, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം മൺട്രോ തുരുത്ത്. വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം മൺട്രോ തുരുത്ത്, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി പുന്നമടയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായല് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പോലീസ് കമ്മീഷണർ ഓഫീസ് കൊല്ലം പോലീസ് കമ്മീഷണർ ഓഫീസാണ്. കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ്? കൊല്ലമാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് പുനലൂർ, കൊല്ലം ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തുണിമില്ലും പുസ്തക പ്രസാധക ശാലയും സ്ഥാപിച്ച ജില്ല കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തുണിമില്ലും പുസ്തക പ്രസാധനശാലയും സ്ഥാപിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം, കൊല്ലം ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിതമായത് കൊട്ടാരക്കര. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിതമായത് കൊട്ടാരക്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പാരിപ്പള്ളി, കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കൽ, കൊല്ലം ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കൽ, കൊല്ലം ജില്ല. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മുഖത്തല, കൊല്ലം ജില്ല. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഏതാണ്? മുഖത്തല, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് സ്ഥാപിതമായ വർഷം 1958. ഇത് സ്ഥിതി ചെയ്യുന്നത് കരിക്കോട്, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടുള്ള TKM എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായതെന്നാണ് 1958. ഇത് സ്ഥിതി ചെയ്യുന്നത് കരിക്കോട്, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കല്ലുവാതിക്കൽ, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കല്ലുവാതിക്കൽ, കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യ കൗശൽ കേന്ദ്രം സ്ഥാപിതമായത് ചവറ. ഇന്ത്യയിലെ ആദ്യ കൗശൽ കേന്ദ്രം സ്ഥാപിതമായത് ചവറ, കൊല്ലം ജില്ല. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല കൊല്ലം ജില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 2020 ഒക്ടോബർ 2-നാണ്. ഇതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? ഡോക്ടർ PM മുബാറക് ഭാഷയായിരുന്നു. ഇത്രയും ഓർത്തു വെച്ചോളണം കേട്ടോ. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2020 ഒക്ടോബർ 2-നാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല സ്ഥാപിതമായത്. ഇതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? ഡോക്ടർ PM മുബാറക് ഭാഷയായിരുന്നു. ഇത്രയും ഓർക്കുക. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് 1952 കൊല്ലം ജില്ലയിലായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് 1952 എവിടെയായിരുന്നു? കൊല്ലം ജില്ലയിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി ചവറ, കൊല്ലം ജില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി സ്ഥാപിതമായത് ചവറ, കൊല്ലം ജില്ല.
100% ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമം മേലില, കൊല്ലം ജില്ല. 100% ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമം ഏതാണ്? മേലില, കൊല്ലം ജില്ല. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം ജില്ല. വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ല. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ സീറോ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യത്തെ ജില്ല പത്തനംതിട്ട ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ സീറോ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട ജില്ല. ഇത് പ്രീവിയസ് ആയി ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. കേരളത്തിലെ ആദ്യ ഏക പക്ഷിരോഗ നിർണയ ലാബ് മഞ്ഞാടി. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ് മഞ്ഞാടി എവിടെയാണ്? പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ആദ്യ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ട ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് ഏതാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിലെ ആദ്യ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. കേരളത്തിലെ ആദ്യ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പൊതുജനാരോഗ്യ കേന്ദ്രം ഇരവിപേരൂർ. കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പൊതുജനാരോഗ്യ കേന്ദ്രം ഏതാണ്? ഇരവിപേരൂർ ആണ്. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂർ ആണ്. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാ? ഇരവിപേരൂരാണ്. കേരളത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂർ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്. കേരളത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂർ ആണ്. ഇരവിപേരൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പത്തനംതിട്ട ജില്ലയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ, പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമൺ, പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ല. ഇത് പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. കേരളത്തിലെ ആദ്യ കാർഷിക ഗ്രാമം കവിയൂർ ആണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ കാർഷിക ഗ്രാമം എന്നറിയപ്പെടുന്നത് കവിയൂർ, പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി 1888 കോന്നി റിസർവ് വനം നിലവിൽ വന്നത്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്. കോന്നി റിസർവ് വനം നിലവിൽ വന്നത് 1888 കോന്നി റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പത്തനംതിട്ട ജില്ലയിലാണ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമം കുന്നന്താനം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമം കുന്നന്താനം. അടുത്തതാണ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ജില്ല ആലപ്പുഴ ജില്ല. വർഷം 1857. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലാണ്. വർഷം 1857. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ നിയമ സാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ നിയമ സാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ഏതാണ്? ചെറിയനാട്, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ലേബർ യൂണിയൻ ഏതാണ്? ട്രാവൻകൂർ ലേബർ യൂണിയൻ അസോസിയേഷൻ ആണ്. ഇത് സ്ഥാപിതമായ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ലേബർ യൂണിയൻ ആയിട്ടുള്ള ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് വാട്ടർ ATM നിലവിൽ വന്നത് മുതുകുളം. കേരളത്തിലെ ആദ്യ സ്മാർട്ട് വാട്ടർ ATM നിലവിൽ വന്നത് എവിടെയാണ്? മുതുകുളം, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വന്നത് മാരാരിക്കുളം, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വന്നത് മാരാരിക്കുളം, ആലപ്പുഴ ജില്ല. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ്. ചേർത്തലയിലെ പാണാവള്ളിയിലാണ് ഇത് സ്ഥാപിതമായത്. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ ജില്ല.
ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ പാണാവള്ളിയിലാണ് ഇത് സ്ഥാപിതമായത്, അല്ലെങ്കിൽ ഈ ജല ആംബുലൻസ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ വൈക്കം മുതൽ തവണക്കടവ് വരെയായിരുന്നു ആദ്യമായി പ്രവർത്തിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് പ്രവർത്തനം ആരംഭിച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ വൈക്കം മുതൽ തവണക്കടവ് വരെയായിരുന്നു ഇത് ഓടിയത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. കേരളത്തിലെ ആദ്യ എക്കോ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് കായംകുളമാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് കായംകുളമാണ്. ഇന്ത്യയിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ഉദയ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എം കുഞ്ചാക്കോയായിരുന്നു. ഇത് എവിടെയാ സ്ഥാപിച്ചത്? ആലപ്പുഴ ജില്ലയിലായിരുന്നു. ഓർക്കുക, കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. ഇത് സ്ഥാപിച്ചത് ആരാണ്? എം കുഞ്ചാക്കോയാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ്സ് പാർക്ക് സ്ഥാപിതമായത് അരൂരാണ്. ഇതും പ്രീവിയസ് ആയി 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത് അരൂറാണ്. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ചന്ദിരൂറാണ്. ഓർക്കുക, ഇന്ത്യയുടെ ആദ്യ സിദ്ധഗ്രാമം ഏതാണ്? ചന്ദിരൂറാണ്. സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത് കഞ്ഞിക്കുഴി. വർഷം 1995-96 കാലഘട്ടത്തില് സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്ത്. എവിടെയാ? ആലപ്പുഴ ജില്ല. 1995-96 കാലഘട്ടത്തിലായിരുന്നു ഇത് ലഭിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയായിരുന്നു. അതെവിടെയാ? ആലപ്പുഴ ജില്ലയില്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മോഡൽ കൈവല്യ സെന്റർ നിലവിൽ വന്ന ജില്ല എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. ഓർക്കുക, കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള മോഡൽ കൈവല്യ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ബീച്ച്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ബീച്ചാണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെന്റ് മ്യൂസിയം സ്ഥാപിതമായത് ആലപ്പുഴ. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ പുകയില രഹിത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ പുകയില രഹിത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ് റോഡ് കോട്ടയം കുമളി റോഡ്, അല്ലെങ്കിൽ KK റോഡ് എന്ന് പറയുന്നതാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് നിലവിൽ വന്നത് കോട്ടയം മുതൽ കുമളി വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരി കോട്ടയം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കോട്ടയത്തിന്റെ ചുമർ ചിത്ര നഗരം എന്ന പദവി ലഭിച്ച വർഷം 2013. ഇത് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. അതുകൊണ്ട് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. കോട്ടയത്തിന് ചുമർ ചിത്ര നഗരം എന്ന പദവി ലഭിച്ച വർഷം 2013 ആണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം. കേരളത്തിലെ ആദ്യ സാന്ത്വന പരിചരണ ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ സാന്ത്വന പരിചരണ ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ സിമന്റ് ഫാക്ടറിയായ ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് നാട്ടകം കോട്ടയം ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയായ ട്രാവൻകൂർ സിമന്റ്സ് സ്ഥാപിതമായിരിക്കുന്നത് നാട്ടകം കോട്ടയം ജില്ല. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കോട്ടയമാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്.
കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് നിലവിൽ വന്നത് കോട്ടയം. കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് നിലവിൽ വന്നത് കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യ ഉൾനാടൻ തുറമുഖം നാട്ടകം 2009 നിലവിൽ വന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കോട്ടയം ജില്ലയിൽ തുറമുഖം ഉണ്ടോ എന്ന്. ഉണ്ട്, നാട്ടകത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2009 ഇത് നിലവിൽ വന്നത്. പിന്നെ അങ്ങോട്ട് അതിൽ നിന്നൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലെ നാട്ടകമാണ്. നിലവിൽ വന്ന വർഷം 2009. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇന്ത്യയിൽ ആദ്യമായി റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസ് നടപ്പിലാക്കിയത് കുമരകം. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസ് നടപ്പിലാക്കിയത് എവിടെയാണ്? കുമരകം, കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകാൻ പോകുന്നത് കുമരകം, കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകാൻ പോകുന്നത് കുമരകം, കോട്ടയം ജില്ല. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സയൻസ് സിറ്റി സ്ഥാപിതമാകുന്നത് കുറുവിലങ്ങാടാണ്. ഓർക്കുക, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സയൻസ് സിറ്റി സ്ഥാപിതമാകുന്ന സ്ഥലം എവിടെയാണ്? കുറുവിലങ്ങാടാണ്. കേരളത്തിലെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടയം. കേരളത്തിൽ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടയമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കുന്ന നഗരം കോട്ടയം നഗരമാണ്. ഇത് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിച്ച നഗരം ഏതാണ്? കോട്ടയം നഗരമാണ്. 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് അയ്മനം, കോട്ടയം ജില്ല. 2020 സെപ്റ്റംബറിൽ കേരളത്തിൽ മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് അയ്മനം, കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യ നിയമസാക്ഷരതാ നഗരമായി പ്രഖ്യാപിച്ചത് ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ല. ഇന്ത്യയിൽ ആദ്യമായി നിയമസാക്ഷരതാ നഗരമായി പ്രഖ്യാപിച്ചത് ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ല. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റായ മനസ്വിനി സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് ആയിട്ടുള്ള മനസ്വിനി സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജ് സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലാണ്. വർഷം എത്രയാ? 1817 വർഷം. പഠിച്ചോളണേ. കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജ് സ്ഥാപിതമായത് എവിടെയാ? കോട്ടയത്താണ്. വർഷം 1817. കേരളത്തിലെ ആദ്യത്തെ പ്രസ്സായ CMS പ്രസ് സ്ഥാപിതമായത് എവിടെയാ? കോട്ടയം ജില്ലയിലാണ്. വർഷം 1821. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് CMS പ്രസ് ആണ്. ഇത് സ്ഥാപിതമായത് എവിടെയാ? കോട്ടയം ജില്ലയിലാണ്. CMS പ്രസ് കോട്ടയം ജില്ലയിൽ സ്ഥാപിതമായ വർഷം 1821. CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. PSC ഒരുപാട് പ്രീവിയസ് ആയി ചോദിച്ചൊരു പോയിന്റുമാണ്. CMS പ്രസ് സ്ഥാപിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് CMS പ്രസ് ആണ്. കേരളത്തിൽ മലയാളം അച്ചടിച്ച ആദ്യത്തെ പ്രസ് എന്നറിയപ്പെടുന്നത് CMS പ്രസ് ആണ്. അടുത്തത് നമുക്ക് നോക്കുവാനുള്ളതാണ് ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. നല്ലൊരു പോയിന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ പഞ്ചായത്ത് വണ്ണാപുറം, ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ പഞ്ചായത്ത് വണ്ണാപുറം, ഇടുക്കി ജില്ല. കേരളത്തിൽ ആദ്യമായി പബ്ലിക് ലാൻഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ ഭൂസംരക്ഷണ സേന നിലവിൽ വന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ആദ്യമായി പബ്ലിക് ലാൻഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ ഭൂസംരക്ഷണ സേന നിലവിൽ വന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ, മൂന്നാർ. നല്ലൊരു പോയിന്റ് ആണ്, ഓർക്കുക. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരാൻ പോകുന്നത് ചിന്നക്കനാൽ, മൂന്നാറില്. ഇന്ത്യയിലെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടിയാണ്. ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഇടുക്കി ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴ, ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴ, ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ, ഇടുക്കി ജില്ല. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഉടുമ്പന്നൂർ, ഇടുക്കി ജില്ല. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്
മാങ്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മാങ്കുളം, ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാർ ഡാം, ഇടുക്കി ജില്ല. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം ആണ്. ഇതെവിടെയാ സ്ഥാപിതമായത്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനിയാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച വ്യവസായ സംരംഭം ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. കണ്ണൻ ദേവൻ കമ്പനി സ്ഥാപിതമായ വർഷം 1896. കണ്ണൻ ദേവൻ കമ്പനി സ്ഥാപിതമായ വർഷം 1896. ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനം എന്നറിയപ്പെടുന്നത് കുറിഞ്ഞിമല ഉദ്യാനം. കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്നത് 2006 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തതാണ്. ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല ഉദ്യാനമാണ്. ഇത് 2006 നിലവിൽ വന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാ? നീലക്കുറിഞ്ഞിനെയാണ്. കേരളത്തിലെ ആദ്യ ഹോൾമാർക്ക് ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹോൾമാർക്ക് ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു പോയിന്റുമാണ്. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാർ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് മൂന്നാർ, ഇടുക്കി ജില്ല. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും അതിന്റെ വലതുവശത്ത് ചിഹ്നവും ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ മണ്ഡലം ദേവികുളം മണ്ഡലം. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും അതിന്റെ വലതുവശത്ത് ചിഹ്നവും ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ മണ്ഡലം ദേവികുളം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ദേവികുളമാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം ഏതാണ്? ദേവികുളമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയുടെ പ്രത്യേകതകളാണ്. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമം തുരുത്തിക്കര, മുളന്തുരുത്തി പഞ്ചായത്ത്, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം എന്നറിയപ്പെടുന്നത് തുരുത്തിക്കര, മുളന്തുരുത്തി പഞ്ചായത്ത്, എറണാകുളം ജില്ല. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം ജില്ല. വർഷം 1990. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാ? എറണാകുളം ജില്ലയാണ്. ഏത് വർഷത്തിലാ സമ്പൂർണ്ണ സാക്ഷരത നേടിയത് എറണാകുളം? 1990. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ വില്ലേജ് പോത്താനിക്കാട്. 100% സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഏതാണ്? പോത്താനിക്കാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്ന സ്ഥലം നോർത്ത് പരവൂർ. വർഷം 1982. ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? നോർത്ത് പരവൂറാണ്. വർഷം 1982. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ നിലവിൽ വന്നത് എറണാകുളം. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി. കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധനം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന വില്ലേജ് ഏതാണ്? കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഐരാപുരം, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ LNG ടെർമിനൽ സ്ഥാപിതമായത് പുതുവൈപ്പിൻ. കേരളത്തിലെ ആദ്യത്തെ LNG ടെർമിനൽ സ്ഥാപിതമായത് പുതുവൈപ്പിനിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് മട്ടാഞ്ചേരി. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്നത് എറണാകുളം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്നത് എറണാകുളമാണ്. കേരളത്തിലെ ആദ്യ സ്പെഷ്യൽ എക്കണോമിക് സോൺ കാക്കനാട്. കേരളത്തിലെ ആദ്യ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഏതാണ്? കാക്കനാടാണ്. കേരളത്തിലെ ആദ്യ ഹെറിറ്റേജ് മ്യൂസിയം തൃപ്പൂണിത്തുറ ഹിൽസ് പാലസ്. കേരളത്തിലെ ആദ്യ ഹെറിറ്റേജ് മ്യൂസിയം തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല കാക്കനാട്. കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല
കാക്കനാട്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? പാമ്പാക്കൂടയാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് നിലവിൽ വന്നത് അങ്കമാലി. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് നിലവിൽ വന്നത് അങ്കമാലി. കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ല. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളം നഗരം. ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? എറണാകുളം നഗരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് നടത്തിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെയായിരുന്നു. എസ്കലേറ്റർ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത്. 2013 നിലവിൽ വന്നത്. എസ്കലേറ്റർ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? എറണാകുളം സൗത്ത്. 2013 നിലവിൽ വന്നത്. കേരളത്തിൽ ATM സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സഹകരണ ബാങ്ക് എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്. കേരളത്തിൽ ATM സംവിധാനം നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ ആദ്യ സഹകരണ ബാങ്ക് ഏതാണ്? എറണാകുളം ജില്ലാ സഹകരണ ബാങ്കാണ്. 1979 സ്ഥാപിതമായ കേരള പ്രസ് അക്കാദമി നിലവിൽ അറിയപ്പെടുന്നത് കേരള മീഡിയ അക്കാദമി, കാക്കനാട്, എറണാകുളം ജില്ല. 1979 സ്ഥാപിതമായ കേരള പ്രസ് അക്കാദമി നിലവിൽ അറിയപ്പെടുന്ന പേര് കേരള മീഡിയ അക്കാദമി എന്നാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട്, എറണാകുളം ജില്ല. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് തൃശൂർ ജില്ലയെ പറ്റിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ അഗ്രോ പാർക്ക് നിലവിൽ വന്ന ജില്ല തൃശൂരാണ്. തൃശൂരിലെ കണ്ണാറ ബനാന ഹണി പാർക്കാണ്. അതായത് നമുക്കറിയാം കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കണ്ണാറ തൃശൂർ ജില്ലയാണ്. ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായാണ് കണ്ണാറ ബനാന ഹണി പാർക്ക് നിലവിൽ വരുന്നത്. അങ്ങനെ കേരളത്തിലെ ആദ്യ അഗ്രോ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലെ കണ്ണാറയാണ്. തൃശൂർ ജില്ലയിലെ കണ്ണാറയുടെ പ്രത്യേകത എന്താ? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കണ്ണാറയാണ്. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. ഉറപ്പായിട്ടും ചോദിക്കും, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് വിയ്യൂർ, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിലായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? വിയ്യൂർ, തൃശൂർ ജില്ല. ഇന്ത്യൻ കോഫി ഹൗസ് ആദ്യമായി സ്ഥാപിതമായത് തൃശൂരാണ്. 1958 ഇത് സ്ഥാപിതമായത്. പണ്ട് PSC ഒരുപാട് പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിതമായത് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. വർഷം 1958. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ, തൃശൂർ ജില്ല. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ, തൃശൂർ ജില്ല. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഒല്ലുക്കര, തൃശൂർ ജില്ല. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഒല്ലുക്കര, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. ഗ്രാമപഞ്ചായത്തുകൾക്ക് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല തൃശൂർ ജില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശൂർ ജില്ലയില്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആസ്ഥാനം തൃശൂര്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ 3D തിയേറ്റർ നിലവിൽ വന്നത് തൃശൂർ മ്യൂസിയത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ 3D തിയേറ്റർ നിലവിൽ വന്നത് തൃശൂർ മ്യൂസിയത്തിന്റെ ഭാഗമായാണ്. കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ഗുരുവായൂർ. ഇത് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചതാണ്. ഇപ്പോൾ ഗുരുവായൂരിന് ടൗൺഷിപ്പ് പദവി എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലും കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാ? ഗുരുവായൂർ തന്നെയാണ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ ഹരിത പദ്ധതി മുസിരിസ്. കേരള സർക്കാരിന്റെ ആദ്യത്തെ ഹരിത പദ്ധതി മുസിരിസ്.
ഇന്ത്യയിൽ രോഗികളിൽ നിന്നും പണം ഈടാക്കാതെ ആദ്യത്തെ പാലിയേറ്റീവ് ആശുപത്രി ശാന്തിഭവൻ ആശുപത്രി തൃശൂർ ജില്ല. ഇന്ത്യയിൽ രോഗികളിൽ നിന്നും പണം ഈടാക്കാത്ത ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ആശുപത്രി ഏതാ? ശാന്തിഭവൻ ആശുപത്രി തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് തൃശൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറ തൃശൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരാൻ പോകുന്നത് മാടക്കത്തറ തൃശൂർ ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് തളിക്കുളം തൃശൂർ ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് തളിക്കുളം തൃശൂർ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് എവിടെയാണ്? വെള്ളനാട്, തിരുവനന്തപുരം ജില്ലയാണ്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിഞ്ഞാലക്കുട. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം ഏതാ? അത് ഇരിഞ്ഞാലക്കുടയാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് ചാലക്കുടി തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് ചാലക്കുടി തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ തൃശൂർ ജില്ല. കേരളത്തിൽ ആദ്യമായി മാതൃ ശിശു വയോജനങ്ങൾക്കായി അണുബാധ നിയന്ത്രണ സംരക്ഷണ മേഖല നിലവിൽ വന്നത് പുത്തൻചിറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം തൃശൂർ ജില്ല. കേരളത്തിൽ ആദ്യമായി മാതൃശിശു വയോജനങ്ങൾക്കായുള്ള അണുബാധ നിയന്ത്രിത സംരക്ഷണ മേഖല നിലവിൽ വരുന്നത് പുത്തൻചിറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം തൃശൂർ ജില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയാണ്. നമ്മുടെ ടോപ്പിക്ക് നീണ്ടു പോകുന്നുണ്ട്, എന്നാലും നമുക്ക് മാക്സിമം പോയിന്റ്സ് പഠിച്ചു തീർക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ച ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ സഹകരണ ബാങ്കുകളും കുടുംബശ്രീയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയായ മുറ്റത്തെ മുല്ലയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ സഹകരണ ബാങ്കുകളും കുടുംബശ്രീയും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയായ മുറ്റത്തെ മുല്ല പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദിവാസി മേഖലയിൽ സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത് അട്ടപ്പാടിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തില് ആദിവാസി മേഖലയിൽ സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത് അട്ടപ്പാടിയാണ്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അട്ടപ്പാടി പാലക്കാട്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അട്ടപ്പാടി പാലക്കാട്. കേരളത്തിലെ ആദ്യ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് പട്ടാമ്പി പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് പട്ടാമ്പി പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ വനിതാ ശിശു വികസന സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ നിലവിൽ വന്ന ജില്ല പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്തിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ വനിതാ ശിശു വികസന സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ നിലവിൽ വന്ന ജില്ല പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ വല്ലാപ്പുഴ പഞ്ചായത്തിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമം കൽപ്പാത്തി. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമം കൽപ്പാത്തി. കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ആലത്തൂരാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല പാലക്കാട് ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമം കണ്ണാടി. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണാടി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റ് പാലക്കാട്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ്
കളക്ടറേറ്റ് ഏതാണ്? പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട് ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ ഇ റവന്യൂ ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ റവന്യൂ ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി അമൃത് പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി അമൃത് പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ മേൽക്കൂര സൗരോർജ പ്ലാന്റ് നിലവിൽ വരുന്നത് ചാളയൂർ ആണ്. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ മേൽക്കൂര സൗരോർജ പ്ലാന്റ് നിലവിൽ വരുന്നത് ചാളയൂർ, പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല പാലക്കാട് ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതി വകുപ്പിന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പാലക്കാട്. പട്ടികജാതി വകുപ്പിന്റെ കീഴിലെ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് പാലക്കാട്. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് സ്ഥാപിതമാകുന്നത് അകത്തേത്തറ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അകത്തേത്തറയാണ്. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് പാലക്കാട്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത് ഒറ്റപ്പാലം, പാലക്കാട്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത് ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മലപ്പുറം ജില്ലയെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് കാവനൂർ. ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ISO സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് ഏതാണ്? കാവനൂരാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി നെടുങ്കയം. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂര്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂര്. അതുല്യം പദ്ധതി ആദ്യമായി ആരംഭിച്ച പഞ്ചായത്ത് നിലമ്പൂർ. 2006 ഇത് ആരംഭിക്കുന്നത്. അതുല്യം പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? നിലമ്പൂർ പഞ്ചായത്താണ്. 2006 ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. ജ്യോതിർഗമയ എന്ന സാക്ഷരതാ പദ്ധതി ആരംഭിച്ച നഗരസഭ നിലമ്പൂർ നഗരസഭ. നല്ലൊരു ചോദ്യമാണ്. ജ്യോതിർഗമയ എന്ന സാക്ഷരതാ പദ്ധതി ആരംഭിച്ച നഗരസഭ നിലമ്പൂർ നഗരസഭ. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം നിലമ്പൂരാണ്. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം നിലമ്പൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് ചമ്രവട്ടമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് ഏതാണ്? ചമ്രവട്ടമാണ്. ഇന്ത്യയിലെ ആദ്യ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി എവിടെയാണ്? മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ മലപ്പുറമാണ്. പ്രീവിയസ് ആയി PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? അത് മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യ SC/ST കോടതി നിലവിൽ വന്നത് മഞ്ചേരിയാണ്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ SC/ST കോടതി നിലവിൽ വന്നത് മഞ്ചേരിയാണ്. COVID-19 പ്രതിരോധത്തിനായി കേരളത്തിൽ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്. COVID-19 പ്രതിരോധത്തിനായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ജില്ലയാകുന്നത് മലപ്പുറം. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ജില്ലയാകുന്നത് മലപ്പുറം. മലയാളത്തിലെ ആദ്യ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരൂറാണ്.
മലയാളത്തിലെ ആദ്യ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരൂറാണ്. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. ICDS പദ്ധതി ആരംഭിച്ചത് വേങ്ങര. കേരളത്തിൽ ആദ്യമായിട്ട് ICDS പദ്ധതി ആരംഭിച്ച അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആരംഭിച്ചത് എവിടെയാണ്? വേങ്ങരയാണ്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് സെന്റർ നിലവിൽ വരുന്ന ജില്ല മലപ്പുറം, വേങ്ങരയില്. രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ചേലേമ്പ്ര, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത നഗരം തിരുവനന്തപുരം നഗരം 2011 നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം നഗരമാണ്. 2011 ഇത് നിലവിൽ വന്നത്. അടുത്തതാണ് കോഴിക്കോട് ജില്ല. ഏതാണ്? കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അഥവാ SPC ആരംഭിച്ച ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അഥവാ SPC ആരംഭിച്ച ജില്ല കോഴിക്കോട് ജില്ല. പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയിലായിരുന്നു കേട്ടോ. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്നം കമ്മ്യൂണിറ്റി റിസർവ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്നറിയപ്പെടുന്നത് കടലുണ്ടി വള്ളിക്കുന്നം കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ആരംഭിച്ചത് അല്ലെങ്കിൽ ലഭ്യമായ നഗരം 2010 കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം ചോദിച്ചാൽ കോഴിക്കോട് നഗരമാണ്. വർഷം 2010. കേരളത്തിലെ ആദ്യ NIT അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിതമായ ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യമായി NIT അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിതമായ ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ IIM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമായ ജില്ല കോഴിക്കോട് ജില്ല. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ IIM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിതമായ ജില്ല കോഴിക്കോട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ MBR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ ഏതാണ്? MBR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ നാളികേര ജൈവോദ്യാനം കുറ്റ്യാടി. ഇന്ത്യയിലെ ആദ്യ നാളികേര ജൈവോദ്യാനം കുറ്റ്യാടി. കേരളത്തിലെ ആദ്യ മാംഗ്രൂവ് മ്യൂസിയം കൊയിലാണ്ടി. ഓർക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ മാംഗ്രൂവ് മ്യൂസിയം ഏതാണ്? കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യ എൽഡർ ഫ്രണ്ട്ലി നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ എൽഡർ ഫ്രണ്ട്ലി നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരി, കോഴിക്കോട് ജില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഖാദി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരി, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ല. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എന്നറിയപ്പെടുന്നത് ചെറുകുളത്തൂരാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം എന്നറിയപ്പെടുന്നത് ചെറുകുളത്തൂർ. എവിടെയാണ്? കോഴിക്കോട് ജില്ല. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലം കോഴിക്കോട്. വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ചേവായൂർ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ നിലവിൽ വരുന്നത് ചേവായൂർ, കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായിട്ട് സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, കോഴിക്കോട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി
കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പെരുമണ്ണ. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പെരുമണ്ണ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മ്യൂസിയം ആരംഭിക്കുന്നത് കുന്നമംഗലം. എന്നാൽ PSC ഉത്തരമായി പരിഗണിച്ചിരിക്കുന്നത് പെരിങ്ങളമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം, ഓർക്കണം. PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മ്യൂസിയം ആരംഭിച്ചത് കുന്നമംഗലമാണ്. എന്നാൽ നമ്മുടെ PSCയുടെ ഉത്തരമായി പരിഗണിച്ചിരിക്കുന്നത് പെരിങ്ങളമാണ്. ജലത്തിന്റെ നിലവാരം തിരിച്ചറിയുന്നതിനായി വാട്ടർ കാർഡ് സിസ്റ്റം നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്നമംഗലം പഞ്ചായത്ത് കോഴിക്കോട്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജലത്തിന്റെ നിലവാരം തിരിച്ചറിയുന്നതിനായി വാട്ടർ കാർഡ് സിസ്റ്റം നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്നമംഗലം കോഴിക്കോട്. ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്ക് UL സൈബർ പാർക്ക്. ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യ സൈബർ പാർക്ക് ഏതാണ്? UL സൈബർ പാർക്കാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ FM സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോടാണ്. അത് റേഡിയോ മാംഗോ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സ്വകാര്യ FM റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. അത് ഏതാ അതിന്റെ പേര്? റേഡിയോ മാംഗോ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ സ്ഥാപിതമാകുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ സ്ഥാപിതമാകുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂൾ കരിയോട് SALPS വയനാട്. കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ്ലെസ് ബേർഡ് സ്റ്റഡീസ് സെന്റർ സ്ഥാപിതമായത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. കേരളത്തിലെ ആദ്യ ഫ്ലൈറ്റ്ലെസ് ബേർഡ് സ്റ്റഡീസ് സെന്റർ ആരംഭിച്ചത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. കേരളത്തിൽ ആദ്യമായി ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ റിലീസ് ചെയ്ത ജില്ല വയനാട് ജില്ല. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. കേരളത്തിൽ ആദ്യമായി ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ റിലീസ് ചെയ്ത ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് സർവീസ് ആരംഭിച്ച സ്ഥലം സുൽത്താൻ ബത്തേരി. കേരളത്തിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് സർവീസ് ആരംഭിച്ച സ്ഥലം സുൽത്താൻ ബത്തേരി വയനാട് ജില്ല. ഇന്ത്യയിലെ ആദ്യ റെഡ് ക്രോസ് വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങൾ കാപ്പിക്കരവും അതുപോലെ കുട്ട്യംവയലും. ഇത് രണ്ടും വയനാട് ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ റെഡ് ക്രോസ് വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാപ്പിക്കലവും മറ്റൊന്നെന്താണ്? കുട്ട്യംവയലുമാണ്. ഇത് രണ്ടും വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ കാർബൺ വിമുക്ത ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ വിമുക്ത ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം വയനാട്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് പനമരം വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട്. കേരളത്തിലെ ആദ്യ ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലം വയനാട്. വർഷം 1775 ആണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലം വയനാട്. വർഷം 1875. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയൽ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയാണ്. ശ്രദ്ധിക്കുക, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷയ ബ്രാൻഡ് ജില്ലയാകുന്നത് കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷയ ബ്രാൻഡ് ജില്ലയാകുന്നത് കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂർ ജില്ല. വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂർ ജില്ല. 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് കരിവെള്ളൂര്. 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കരിവെള്ളൂരാണ്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി പയ്യന്നൂര്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ. കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘം ഹലാൽ ഫാദിയ കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത സഹകരണ സംഘം ഹലാൽ ഫാദിയ കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം 1857 പ്രസിദ്ധീകരിച്ചത് ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരിയിൽ നിന്ന് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോ കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം 1847 പ്രസിദ്ധീകരിച്ചത് ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരിയിൽ നിന്ന് ആരാ പ്രസിദ്ധീകരിച്ചത്? ഹെർമൻ ഗുണ്ടർട്ടാണ്.
രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ബാസൽ മിഷൻ സൊസൈറ്റിയാണ്. രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? ബാസൽ മിഷൻ സൊസൈറ്റിയാണ്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ. കേരളത്തിൽ സഹകരണ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ശ്രീകണ്ഠപുരം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ശ്രീകണ്ഠപുരം. കേരളത്തിൽ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയ പഞ്ചായത്ത് മട്ടന്നൂര്. കേരളത്തിൽ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയത് പഞ്ചായത്ത് ഏതാണ്? മട്ടന്നൂരാണ്. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരി. കേരളത്തിൽ ആദ്യമായിട്ട് അയൽക്കൂട്ടം നടപ്പിലാക്കിയത് എവിടെയാണ്? കല്യാശ്ശേരിയാണ്. കേരളത്തിൽ ജനകീയാസൂത്രണം ആദ്യമായി ആരംഭിച്ചത് കല്യാശ്ശേരിയാണ്. കേരളത്തിൽ ജനകീയാസൂത്രണം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? കല്യാശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂരിലെ അഴീക്കലാണ്. 2019 ഇത് കർണാടകത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു കേട്ടോ. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റൽ ഗാർഡ് അക്കാദമി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് കണ്ണൂരിലെ അഴീക്കലിലായിരുന്നു. 2019 ആര് കൊണ്ടുപോയി? കർണാടക ഗവൺമെന്റ് കൊണ്ടുപോയി. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ല വന്നിരിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ല. തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അടുത്തതാണ് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ല. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ല. ടെലിമെഡിസിൻ ആദ്യമായി ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. ടെലിമെഡിസിൻ ആദ്യമായി ആരംഭിച്ച ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാം നിലവിൽ വന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ഏതാണ്? മടിക്കൈയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിൽ നിന്നല്ലേ രക്തം എടുക്കുന്നത്. അപ്പോ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ഏതാണ്? മടിക്കൈയാണ്. ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട് കാസർഗോഡ് ജില്ല. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ല. ഇത് പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടിയാണ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് തൃക്കരിപ്പൂർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ചെന്തങ്ങ് നഗരസഭ നീലേശ്വരമാണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ ചെന്തങ്ങ് നഗരസഭ എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ്. കേരളത്തിൽ ആദ്യമായി നിർമ്മൽ ഗ്രാം പുരസ്കാരം നേടിയ പഞ്ചായത്ത് പീലിക്കോട്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി നിർമ്മൽ ഗ്രാം പുരസ്കാരം നേടിയ പഞ്ചായത്ത് പീലിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യത്തെ PSC ഓഫീസ് കാസർഗോഡ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ PSC ഓഫീസ് ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ജില്ല വയനാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്താൻ ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല വയനാട് ജില്ലയുമാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാ? വയനാട് ജില്ലയാണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയുടെ വളർച്ചാ നിരക്ക് 13.39 ആണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 13.39%.
കേരള ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ജില്ല -3.12%. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ. അപ്പോൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. -3.12% പത്തനംതിട്ട ജില്ലയിലെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂർ ജില്ല 1136/1000 സ്ത്രീ പുരുഷ അനുപാതം എവിടത്തെ കണ്ണൂരിലെ, അതായത് 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകൾ എന്ന കണക്ക് കേട്ടോ. അപ്പോ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂർ ജില്ലയാണ്. 1136/1000 ഇവിടത്തെ കണക്ക്. എന്നാൽ ഔദ്യോഗിക രേഖകൾ പരാമർശിക്കുന്നത് 1033/1000 കേട്ടോ. പക്ഷേ PSC ഉത്തരപ്രകാരം 1136/1000. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ സ്ത്രീ പുരുഷ അനുപാതം 1006/1000, അതായത് 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ എന്ന കണക്ക്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല 1006/1000 ഈ കണക്കെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇടുക്കി ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്, അതായത് 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകൾ എന്ന കണക്ക്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ല. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ഇടുക്കി ജില്ല. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ ഇടുക്കി ജില്ല. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ ഇടുക്കി ജില്ല. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ ഏതാ? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ആണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാ? ഗുരുവായൂരാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനം. ഇത് പ്രീവിയസ് ആണ്, ഓർക്കണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനം. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജില്ല 1509 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1509 പേര് ഉണ്ടായിരിക്കുമെന്നാണ് കണക്ക് കേട്ടോ. അപ്പോ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ് ഈ കേരളത്തില്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്താൽ അവിടെ 1509 പേർ ഉണ്ടായിരിക്കും. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ലയാണ്. 254 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓർക്കണം, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ 254 പേര് മാത്രമേ കാണുള്ളൂ. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല. പ്രീവിയസ് ആണ്. നഗരവാസികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല തന്നെയാണ്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ള ജില്ല വയനാട് ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ള ജില്ല വയനാട് ജില്ല. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ജില്ല. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ആലപ്പുഴ ജില്ല. ശതമാനാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വിസ്തീർണം ഡിവൈഡഡ് ബൈ അവിടെയുള്ള ഹിന്ദുക്കളുടെ എണ്ണം. അപ്പോഴാണ് ശതമാനം വരുന്നത് കേട്ടോ. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ആലപ്പുഴ ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കുറവുള്ള ജില്ല മലപ്പുറം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കുറവുള്ള ജില്ല മലപ്പുറം ജില്ല. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ല. മുസ്ലിങ്ങൾ കൂടുതലായുള്ള ജില്ല മലപ്പുറം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കുറവുള്ള ജില്ല പത്തനംതിട്ട ജില്ല. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല കോട്ടയം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? അത് കോട്ടയം ജില്ലയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കുറവുള്ള ജില്ല മലപ്പുറം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കുറവുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളാണ്. 7 താലൂക്കുകൾ വീതമാണ് ഇവർക്കുള്ളത്. അപ്പോൾ കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളാണ്. 7 താലൂക്കുകൾ വീതം ഇവർക്കുണ്ട്. ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട് ജില്ല 3 താലൂക്കുകൾ. ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട് ജില്ല 3 താലൂക്കുകൾ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ജില്ല 94 ഗ്രാമപഞ്ചായത്തുകൾ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ജില്ല
94 ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ല. 23 ഗ്രാമപഞ്ചായത്തുകളാണ് വയനാട് ജില്ലയിലുള്ളത്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ല. 23 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ വയനാട് ജില്ലയുടെ ഭാഗമായി ഉള്ളൂ. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ജില്ല. 13 നഗരസഭകളുണ്ട് എറണാകുളം ജില്ലയ്ക്ക്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയ്ക്ക് 13 നഗരസഭകളുണ്ട്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി ജില്ല. 2 നഗരസഭകളാണ് ഇടുക്കിക്കുള്ളത്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയ്ക്ക് 2 നഗരസഭകളാണ് ഉള്ളത്. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറ. ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാ? കേരളത്തിലെ തൃപ്പൂണിത്തുറയാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാ? ആലുവയാണ്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ ജില്ല. 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാ? തൃശൂർ ജില്ലയാണ്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശൂർ ജില്ലയ്ക്കുള്ളത്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ല. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമേ വയനാട് ജില്ലയ്ക്കുള്ളൂ. കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ല. 4 ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമേ വയനാട് ജില്ലയ്ക്കുള്ളൂ. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം ജില്ല. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂരാണ്. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള കേരളത്തിലെ താലൂക്ക് ഏതാ? കുന്നത്തൂരാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതുമാണ്. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി ജില്ല. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജില്ല. കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണം കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം ജില്ല. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ള ജില്ല വയനാട് ജില്ല. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ല. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ല. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് ജില്ല. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് ജില്ല. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട് ജില്ല. പട്ടികവർഗക്കാര് അഥവാ ST കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ ജില്ല. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ ജില്ല. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂർ ജില്ല. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂർ ജില്ല. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട് ജില്ല. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട് ജില്ല. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ ജില്ല. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ ജില്ല. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ജില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം ജില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം ജില്ല. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് ജില്ല. LP UP ഹൈസ്കൂളുകളായിട്ട് വിഭാഗങ്ങളിൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലം ജില്ല. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇത് പാർട്ട് 1 മാത്രമാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡീപ്പായി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. സുഹൃത്തുക്കളൊന്നും വിചാരിക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.